പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത്. ഇന്ന് 3/1/2024 കേരള ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് കീം എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഓൺലൈനായി മാറ്റാൻ വേണ്ടി ഇറക്കിയിരുന്ന ഉത്തരവിന് മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു. അതായത് ഈ വർഷം മുതൽ JEE എൻട്രൻസ് എക്സാം പോലെ വിദ്യാർത്ഥികൾ എക്സാം സെന്ററിൽ പോയി കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്ന് എക്സാം അറ്റൻഡ് ചെയ്യണം. 3 മണിക്കൂർ ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക. ഉത്തരവിൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസുകളൊന്നും ലഭ്യമായിട്ടില്ല. നിലവിൽ +2 സ്കോറും എൻട്രൻസ് സ്കോറും 50-50 അനുപാതത്തിൽ പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. +2 സ്കോർ ഒഴിവാക്കി എൻട്രൻസ് സ്കോർ മാത്രം പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കണമെന്ന് 2020 സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ സർക്കാർ അതിന് അംഗീകാരം നൽകിയിരുന്നില്ല. അതുപോലെ ഇതുവരെ പേപ്പർ 1 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയുടെ സ്കോർ മാത്രം പരിഗണിച്ചാണ് ബിഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസും ലഭ്യമായിട്ടില്ല. ഇതുമായെല്ലാം ബന്ധപ്പെട്ട അപ്ഡേഷൻ ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ഒരു ചാനൽ വഴി നിങ്ങളെ അറിയിക്കുന്നതാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന +2 സ്കോർ മാത്രം പരിഗണിച്ചുള്ള വിവിധ ഹയർ സ്റ്റഡീസ്, അതുപോലെ എൻട്രൻസ് എക്സാമുകൾ പരിഗണിച്ചുള്ള വിവിധ ഹയർ സ്റ്റഡീസ്, അതുപോലെ വിവിധ സ്കോളർഷിപ്പുകൾ, ഇതുമായെല്ലാം ബന്ധപ്പെട്ട അപ്ഡേഷൻ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.